ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു അല്ലേ? ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലബാർ സ്പെഷ്യൽ അവൽ മിൽക്ക്. ഈ അവൽ മിൽക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ കിട്ടുന്ന അതേ ടെസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. മലബാർകാരാണ് ഈ അവൽ മിൽക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പം നമ്മളെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ കടകളിലും ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ ഒരു വെൽക്കം ഡ്രിങ്കായും കുട്ടികൾക്കൊക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ഗ്ലാസ് അവൽ മിൽക്കിന് ഞാൻ 4 നാണിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാല്, 1 കപ്പ് അവല്, 2 പിടി റോസ്റ്റഡ് കപ്പലണ്ടി, ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് കട്ടയാക്കിയ കുറച്ച് പാല്, 1 കവർ ബൂസ്റ്റ്, ഐസ്ക്രീം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഈ അവല് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. വെള്ള അവലാണ് കൂടുതൽ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ അവലും എടുക്കാം. അവൽ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം മിക്സിയിലിട്ട് അടിച്ചാൽ അവൽ മിൽക്കിൽ നമുക്കിത് കഴിക്കുന്ന നേരത്ത് കടിക്കാൻ കിട്ടത്തില്ല. അവൽ മിൽക്കിൽ ചെറുതായിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഈ പഴം ഒന്ന് കടിക്കാൻ കിട്ടണം. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ നമ്മൾ ഈ അവൽ മിൽക്ക് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഈ അവൽ മിൽക്ക് യൂസ് ചെയ്യാം. അവൽ മിൽക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കരുത്. ഞാൻ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയ പാല് ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും 1 കവർ ബൂസ്റ്റ്. 2 ഗ്ലാസ് അവൽ മിൽക്കിന് ഞാൻ 5 രൂപയുടെ 1 കവർ ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ബൂസ്റ്റ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ബൂസ്റ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഈ അവൽ മിൽക്കിന് തോന്നി. അതാണ് ഞാനിവിടെ ബൂസ്റ്റ് എടുത്തിരിക്കുന്നത്. ബൂസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ബൂസ്റ്റ് ഇടണ്ട, പകരം ഹോർലിക്സ് ഇട്ടാലും മതി. ഹോർലിക്സും ബൂസ്റ്റും ഇട്ടില്ലെങ്കിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. ഞാനിവിടെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പാലും പഞ്ചസാരയും കൂടെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സർവിങ് ഗ്ലാസ് എടുക്കാം. ഇതിലോട്ട് ആദ്യം നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇടാം. ഇനി പാല് വളരെ പതുക്കെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഐസ്ക്രീം ഇല്ലെങ്കിലും ഇത് കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ അടിപൊളി സൂപ്പർ കൂൾ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും. അതുപോലെ ചിലയിടങ്ങളിലൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിട്ട് ബ്ലെൻഡ് ചെയ്താണ് കിട്ടുന്നത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് എനിക്ക് ലെയർ ബൈ ലെയർ ചെയ്തപ്പോഴാണ് കിട്ടിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.